ഗവർണർ സാറിനെ ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ സാധിച്ചു. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന സകല കാര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അതിപ്പോ ഇന്നലെ നമ്മളൊന്ന് ഒരാളെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അപ്പത്തേക്കും റിസൾട്ടിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ എടുത്ത് ചർച്ചകളൊക്കെ ചെയ്തിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ പെട്ടെന്നുള്ള തീരുമാനം അവർ എടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ തലാലിന്റെ കുടുംബം ഇപ്പോഴും ഈ ദയാധനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണല്ലേ മനസ്സിലാക്കുന്നത്? ദയാമണിയുള്ള സ്വീകരണത്തിന്റെ കാര്യങ്ങള് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ എംബസിയിലെ ആൾക്കാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിൻ്റെതായ കൃത്യമായിട്ടുള്ള വിശദീകരണം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മളോട് പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം അവരെല്ലാം അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കണേ, തലാലിന്റെ വീട്ടുകാരും അല്ലെങ്കിൽ അവിടുത്തെ ഷെയ്ഖുമാരോ വേണ്ടപ്പെട്ട അധികാരികളും ഒക്കെ ആയിട്ട്. ഈ നയതന്ത്ര തലത്തിലൊരു ഇടപെടൽ അതുണ്ടാകാനായി ഗവർണർ കേന്ദ്രത്തെ സമീപിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ. തീർച്ചയായിട്ടും നയതന്ത്ര ബന്ധത്തിലൂടെ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലോ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാവുന്ന വേണ്ട ഇടപെടലുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രമിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുമുണ്ട്. തീർച്ചയായും ഇനി നമുക്ക് മുന്നിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയും ബാക്കിയുമായ കാര്യങ്ങളൊക്കെ ഉള്ളതിൽ എല്ലാവരും ഇടപെടുക. നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരും മറ്റുള്ള ആളുകൾക്ക് വിദേശ മന്ത്രാലയത്തിലേക്ക് ജയശങ്കർ സാറിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കൊക്കെ കത്തയച്ച് വിവരങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആക്ഷൻ കൗൺസിലിൽ ഉള്ളത് നമ്മുടെ സുഭാഷ് സാറ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് 14-ാം തീയതി തരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയി വരും. അതിനൊപ്പം അതോടൊപ്പം തന്നെ എല്ലാവരും കൂടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു വർക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് വിശ്വാസമുണ്ട്. ഈ വിധി വന്ന ശേഷം നിമിഷപ്രിയയുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? നിമിഷപ്രിയ തന്നെയാണ് ഈ വിവരം നമ്മളെ അറിയിച്ചേക്കുന്നത്. മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.